വേനൽക്കാലങ്ങളിൽ തണുപ്പു തേടി പാമ്പുകൾ വീട്ടിൽ കയറുമെന്നും കരുതലെടുക്കണമെന്നുള്ള മുന്നറിയിപ്പുകൾ വേനൽക്കാലം തുടങ്ങിയപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പ്രചരിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ വേനൽക്കാലത്തെ കണ്ണീരായി മാറിയത് തൃശൂർ കോടാലി കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ ആൽജോയുടെ മരണമാണ്. മാതാവിനൊപ്പം കിടന്നുറങ്ങിയതിനിടയിലാണ് 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജിനും കടിയേറ്റിട്ടുണ്ട്. അനോജ് ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ആൽജോ. പാമ്പുകടിയേറ്റെന്ന് മനസ്സിലാകാതെ പോയതാണ് കുരുന്നിന്റെ ജീവനെടുക്കാൻ ഇടയാക്കിയത്. ഭക്ഷ്യവിഷബാധയേറ്റെന്ന സംശയത്തെ തുടർന്നാണ് ആൽജോയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പുലർച്ചെയോടെ തന്നെ അബോധാവസ്ഥയിലായെന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നും മാതാവ് പറഞ്ഞു. പുലർച്ചെ 5:30ഓടെയാണ് മാതാവ് കുട്ടികളെ അവശനിലയിൽ കണ്ടത്. ഉടനെ ബൈക്കിൽ 2 കുട്ടികളുമായി സമീപത്തെ ആംബുലൻസ് ഡ്രൈവറുടെ വീട്ടിലെത്തി. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൽജോ മരിച്ചിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് പാമ്പ് കടിയേറ്റതാണെന്ന് വ്യക്തമാകുന്നത്. 2 കുട്ടികളുടെയും ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിന്റെ അടയാളവും കണ്ടെത്തി. ഇതോടെ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടികൾ കിടന്നിരുന്ന കിടക്കയിൽ തലയിണയുടെ അടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെടുന്ന പാമ്പിനെയാണ് കണ്ടെത്തിയത്. മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകൂ. പുലർച്ചെ 2ഓടെ വയറുവേദനയെന്ന് പറഞ്ഞ് 2 കുട്ടികളും എണീറ്റിരുന്നു. തുടർന്ന് ചൂടുവെള്ളം തിളപ്പിച്ചു കൊടുത്തു. തലേന്ന് പുറത്തു പോവുകയും തിരിച്ചു വന്ന് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഭക്ഷ്യവിഷബാധയെന്ന് ആദ്യം സംശയിക്കാൻ കാരണം. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽജോ. കുട്ടിയുടെ ചുണ്ടിലാണ് പാമ്പുകടിയേറ്റത്. ആൽജോയ്ക്കും അനോജിനും ഒരു സഹോദരി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മൂവരും മാതാവിനൊപ്പം ഒരു ബന്ധുവീട്ടിൽ പോയിരുന്നു. തുടർന്ന് സഹോദരി അവിടെ നിൽക്കുകയും ആൽജോയും അനോജും അമ്മയ്ക്കൊപ്പം തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു. ആൽജോയുടെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. എന്തായാലും ജ്യൂസ് കുടിച്ചു, അതുമൂലമുണ്ടായ പ്രശ്നമാകാം എന്നു കരുതിയാണ് കുട്ടികൾക്ക് ചൂടുവെള്ളം കുടിക്കാൻ കൊടുത്തത്. കുട്ടികൾ വീണ്ടും ഉറങ്ങാൻ കിടന്നെങ്കിലും 5:30ഓടെ മൂത്ത കുട്ടി അലോജ് അമ്മയെ വിളിച്ചുണർത്തി അസ്വസ്ഥത തോന്നുന്നുവെന്ന് പറയുകയായിരുന്നു. അപ്പോഴാണ് ആൽജോ തീർത്തും അവശനിലയിലാണെന്ന് കണ്ടത്. ഭക്ഷ്യവിഷബാധയാകാം എന്നു കരുതിയാണ് കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ രോഗലക്ഷണം കണ്ട് സംശയം തോന്നിയ ഡോക്ടറാണ് കുട്ടികൾക്ക് പാമ്പുകടിയേറ്റതാകാമെന്ന് പറഞ്ഞത്. ശരീരത്തിൽ പാമ്പ് കടിച്ച പാടും കണ്ടെത്തി. തുടർന്ന് എല്ലാവരും ചേർന്ന് കുട്ടികളുടെ മുറി പരിശോധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടുകാർ പാമ്പിനെ തല്ലിക്കൊന്നു.